കഴിഞ്ഞൊരു വീഡിയോനകത്ത് വീണ്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിനെ പരിചയപ്പെട്ടിട്ടുള്ളത്. സോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്തതായിട്ട് ഞാൻ ബ്ലെൻഡിങ്, മാസ്കിങ്, കീ ഫ്രെയിം, കളർ ഗ്രേഡിങ് അതിനെ പറ്റിയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോനകത്ത് വിൻ്റെ കീ ഫ്രെയിമിനെ പറ്റിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വീഡിയോ, ഒരു പറയുന്ന മുകളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ചൊന്ന് സ്പീഡാക്കുകയാണ്, ഒരു 1.75x. ഓക്കെ, അപ്പോൾ അവസാനം ഒരു വാട്ടർമാർക്ക് ഉണ്ട്, അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒന്ന് സൂം ചെയ്ത് അടിപൊളിയായതിനെന്ന്. നിങ്ങൾക്ക് ഇവിടെ സൂം ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാം. അതൊക്കെ നമ്മൾ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ജിമ്പിലൊക്കെ യൂസ് ചെയ്തിട്ട് എടുത്ത പോലെ ഒരു കുലുക്കങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്നതാണ്. ആ വീഡിയോ എടുക്കുമ്പോൾ കുലുക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ കണ്ടില്ലേ, ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു വലിയ കുലുക്കങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ നല്ല സ്മൂത്തായിട്ട് തോന്നും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇൻബിൽഡായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ സാധനം തന്നെയാണ് കീ ഫ്രെയിമും. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീ ഫ്രെയിമിൻ്റെ ഓപ്ഷൻ പ്ലസ് എന്നിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ യെല്ലോ കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കീ ഫ്രെയിം ആഡ് ആയത്. അതുപോലെ അവസാനം ഞാൻ ഇപ്പോൾ ഇവിടെ കീ ഫ്രെയിം കൊടുത്തു. അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കീ ഫ്രെയിം കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ആദ്യവും അവസാനവുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അവസാനത്തെ ഭാഗത്ത് ആ ഒരു കീ ഫ്രെയിമിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു യെല്ലോ കളറായി മാറുന്നതാണ്. അപ്പോൾ ആ കീ ഫ്രെയിമിൻ്റെ അടുത്ത് വന്നു സെലക്ട് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഈ അവസാനത്തെ ഭാഗത്ത് കീ ഫ്രെയിമിൻ്റെ അടുത്ത് വന്നിട്ട് ഞാനൊന്ന് ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തു. ഓക്കെ, സൂം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലൊന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു സൂം വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് മറ്റേ സൂമിൽ ഇവിടെ സൂം ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് വരെ സൂം ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എത്ര വേണമെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ആകാശം മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സൂം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതാണ് മാനുവലി സെറ്റ് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം. ഓക്കെ, ഇനി ഇതേപോലെ ഓപ്പോസിറ്റും ചെയ്യാം. ആദ്യം ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തിട്ട് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല അവസാനത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ടൊരു സൂം. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്നൊരു സംശയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനം ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പം ഒരു സൂം ആനിമേഷൻ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനൊരു കീ ഫ്രെയിം ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? ഇടയിൽ പോയി കീ ഫ്രെയിം ഇട്ട് കൊടുത്താൽ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ടേക്ക് നീക്കി കൊടുത്തു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഫസ്റ്റ് കീ ഫ്രെയിമിൽ നിന്ന് സെക്കൻഡ് കീ ഫ്രെയിമിലേക്ക് നടത്തിയ ആ ഒരു ആനിമേഷനാണ് ആദ്യം നടക്കുക. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൂമായി വരുന്നത്. കണ്ടില്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റിലോട്ടേക്ക് നീക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റൈറ്റിലോട്ടേക്കാണ് ആദ്യം നീങ്ങുക. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ചെയ്ത മൂന്നാമത്തെ കീ ഫ്രെയിം ചെയ്ത പോലെ സൂമായി വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ആയിട്ടാണ് പോകുന്നത്. ആദ്യം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ചെയ്ത കാര്യം, അതിന് ശേഷമാണ് സൂമിങ്, തേർഡ് കാര്യം. അപ്പോൾ ഒരു ഓർഡർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ 3 കീ ഫ്രെയിമും ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അതിന് ശേഷം ഇവിടെ താഴെ ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായി വരുന്നതാണ്. ഓക്കെ, എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഭാഗത്തുനിന്ന് സൂം ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ എന്ത് ചെയ്യുക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് മുന്നേ എന്ത് ചെയ്യുക, അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ആ സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഒരു സൂം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സൂമിൻ്റെ സ്പീഡ് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചങ്ങോട്ടേക്കിട്ട് കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ രണ്ടാമത്തെ അങ്ങ് ഓഫാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ദൂരം അനുസരിച്ച് പെട്ടെന്ന് കണ്ടില്ല, കുറച്ച് ഇങ്ങോട്ട് നിന്നാണ് സൂം ആകുന്നത്, കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെയാണ് കീ ഫ്രെയിം കൊടുത്തത്, ഇതങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ എന്താണ്, കുറച്ചും കൂടി ഒന്ന് സ്ലോ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ സ്പീഡിനെയും പൊസിഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ടൂളാണ് കർവ് എന്ന് പറയുന്നത്. അത് ഈ കീ ഫ്രെയിമിൻ്റെ കൂടി വരുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു, ഇവിടെയും കീ ഫ്രെയിം ആഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു സൂം ചെയ്യുന്നൊരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു കേർവ് കൊടുക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ വെച്ചാലേ കേർവ് വർക്ക് ആവുള്ളൂ. അതിൻ്റെ ഇപ്പോൾ 2 കീ ഫ്രെയിമിൻ്റെ നടുവിൽ വെക്കാണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഡിസേബിളായി. അപ്പോൾ ഈ കേർവ് തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ കാണും. അപ്പോൾ ഇത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈൻ എന്നുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി നോക്കൂ, ഇതൊരു ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുമ്പോൾ ഒരേ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ കേർവ് നോക്കിയിട്ട് ഈ ഇന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഫാസ്റ്റായിട്ട് വരും, പിന്നെ അവസാനത്തിലെ ഭാഗത്തുമ്പോൾ ഒരു സ്ലോ ആവും.
ഞാൻ ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ഓൾറെഡി കുറച്ച് ഫാസ്റ്റായിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് നിങ്ങൾ കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. ഞാൻ കുറച്ചും കൂടി ഒന്ന് ദൂരെ ആക്കി. ഇനിയിപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇതാണ് ലൈന്, ഇതാണ് ഈസ്, ലൈന് ഈസ്. കണ്ടില്ല? ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്, പിന്നെ ഫാസ്റ്റായിട്ട് വരുന്നത്. ലൈൻ എന്ന് പറയുമ്പോൾ ഒരേ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈസിൻ്റെ ഒരു ഉപകാരം. അതേ സ്ഥാനത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഈസ് ഔട്ട്. ഈസ് ഔട്ട് എന്ന് വെച്ചാൽ ആദ്യം ഫാസ്റ്റ് ആയിരിക്കും, അവസാനത്തെ പാട്ടാവുമ്പോൾ സ്ലോ ആവും. ഓക്കെ. ഇനി ഈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആദ്യവും അവസാനവും ഫാസ്റ്റ് ആയിരിക്കും, അതിന് നടുഭാഗത്ത് സ്ലോ ആയിരിക്കും. കണ്ടില്ല? ഇത് ലൈന്, ഇത് ഈസ്. കണ്ടില്ല? കുറച്ചും കൂടെ ഒന്ന് ലാസ്റ്റ് ഭാഗമല്ല ഫാസ്റ്റായ പോലെ വന്നില്ല, അതാണ് സംഭവം. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ സർക്കിൾ കണ്ടില്ല? ഇതെല്ലാം പല രീതിയിലാണ് ഫാസ്റ്റും സ്ലോ എല്ലാം ആകുന്നത്. ഇപ്പോൾ ചില ഗ്രാഫുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോക്സിന് പുറത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ബോക്സിന് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് വന്നിട്ട് പിന്നെ ബാക്കോട്ടേക്ക് പോകുന്നതാണ്, അതായത് റിവേഴ്സ് ചെയ്യാണ്. കണ്ടില്ല? നിങ്ങൾക്ക് കാണാം. ഞാൻ വേണമെങ്കിൽ വേറെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് തിരിച്ച് വന്നതിന് ശേഷം പിന്നെയും പോവാണ്. അപ്പോൾ ഈ ബോക്സിന് പുറത്ത് പോകുന്ന ഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാം. കണ്ടില്ല? അതൊക്കെ പിന്നെയും പോയി തിരിച്ച് വരുന്നതാണ്. അതിനെപ്പറ്റി നിങ്ങൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ഞാൻ അധികം യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസ് ഔട്ട്, പിന്നെ ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പോറായിട്ട് തോന്നുമ്പോൾ നമുക്ക് ഈസ് യൂസ് ചെയ്ത് കുറച്ച് സ്മൂത്താക്കി എടുക്കാൻ പറ്റും കീ ഫ്രെയിംസൊക്കെ. ഇതൊരു മെയിൻ വീഡിയോ ആണല്ലോ. ഇതല്ലാതെ ഇപ്പോൾ ഒരു ഓവർലേ വീഡിയോ, അതായത് ഇതിൻ്റെ മുകളിലായിട്ടൊരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോട്ടോ അല്ല വീഡിയോ ആഡ് ചെയ്യുക. ഫോട്ടോ ഓവർലേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കീ ഫ്രെയിം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ നോർമലി ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ കാണിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കും. ഇത് കുറച്ചങ്ങോട്ട് നീക്കി ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യത്തെ കീ ഫ്രെയിമിൻ്റെ അടുത്ത് വന്നിട്ട് ആ കീ ഫ്രെയിം മെല്ലെ ഇങ്ങനെ ബാക്കോട്ടേക്ക് അങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനൊരു ആനിമേഷൻ വരുന്നതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ കേവിനകത്ത് പോയിട്ട് ഒന്നെങ്കിൽ ഈസ് ഔട്ട് കൊടുക്കും, കുറച്ച് സ്മൂത്ത് ആകുന്നതാണ്, അല്ല ഈസ് കൊടുക്കും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ ചില വീഡിയോസിലൊക്കെ എയർ ഡ്രോപ്പിൻ്റെ ആനിമേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ആനിമേഷൻസൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം ട്രാക്ക് ചെയ്യാൻ, ഇപ്പോൾ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ഒരു കാര്യം ട്രാക്ക് ചെയ്ത് വരുന്ന ഇത് എക്സാമ്പിളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കീ ഫ്രെയിം യൂസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കാപ്കട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓരോ കാര്യം, അതിനകത്ത് ബ്ലർ എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കീ ഫ്രെയിം കൊടുക്കാം. അതിനകത്ത് ഓരോ എഫക്റ്റിനും കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും. അതിൻ്റെ അകത്തേക്കുള്ള കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഒരു ഭാഗത്ത് സാച്ചുറേഷൻ കുറക്കണമെങ്കിൽ ആ ഒരു കീ ഫ്രെയിം യൂസ് ചെയ്ത് ആനിമേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ക്യാപ്കട്ടിനകത്ത് കസ്റ്റമായിട്ടൊരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ക്യാപ്കട്ട് ഇല്ലാത്തൊരു റൂളാണ് നിങ്ങളിപ്പോൾ കണ്ടത്, ഈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യവും അവസാനവും ഒരു ഫാസ്റ്റായിട്ട് വരുന്ന ഒരു എസ് കർവ്. അത് വേണം നമുക്ക് ക്യാപ്കട്ടിൽ തന്നെ എസ് കർവ് ക്രിയേറ്റ് ചെയ്തെടുക്കാം കസ്റ്റമായിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കീ ഫ്രെയിമിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, കുറച്ച് ലെങ്ത്ത് കൂടിയുണ്ട്, കാരണം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഈ കീ ഫ്രെയിമും ഗ്രാഫും എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗിൻ്റെ ഒരു മെയിൻ ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ടൂൾ വെച്ച് നിങ്ങൾക്ക് ചെറിയ കാര്യം മുതൽ നിങ്ങൾക്ക് ആനിമേഷൻ വരെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് വിഎനകത്തുള്ള കീ ഫ്രെയിമിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനകത്തുള്ള ബ്ലെൻഡിങ് ഉണ്ട്, മാസ്കിംഗ് ഉണ്ട്, കളർ ഗ്രേഡിംഗ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.